സിവിയർ എക്സസൈസ് ചെയ്യുമ്പോൾ മസിൽ പെയിൻ വരുമ്പോൾ അത് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെയിൻ കില്ലേഴ്സ് കൂടെ കഴിക്കും. ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ഹാർട്ട് ഫെയിലിയർ വരുമ്പോഴും അനുബന്ധമായ കിഡ്നി ഡാമേജ് ഉണ്ടാകാറുണ്ട്. മാഡം, ഈ വൃക്ക രോഗലക്ഷണങ്ങൾ അതെന്തൊക്കെയാണ്? നമ്മൾ വൃക്കരോഗം ഭയങ്കര കോമൺ ആണ്. നമ്മൾ വൃക്കരോഗ ലക്ഷണങ്ങളെ പറ്റി ഒരു ധാരണ വേണം. ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണം നമുക്ക് അറിയുന്നത് പോലെ നീര് തന്നെയാണ്. പ്രധാനമായിട്ട് കാലിലാണ് നീര് കണ്ടു തുടങ്ങുന്നത്. പിന്നെ കുറച്ച് കണ്ണിലും ദേഹത്തുമൊക്കെ നീര് കാണും. അത് വൃക്കരോഗ ലക്ഷണം ആകാം. ഹാർട്ട് ഡിസീസ് വന്നാലും ലിവർ ഫെയിലിയർ വന്നാലും ഒക്കെ നീര് വരും. വൃക്കരോഗ ലക്ഷണത്തിൻ്റെ വൃക്കയുടെ രോഗത്തിൻ്റെ ഒരു സിംറ്റം നീരാകാം. പിന്നെ അതുകൂടാതെ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം, അൺകൺട്രോൾഡ് ആയിട്ടുള്ള BP, അതും കിഡ്നിയുടെ ഡിസീസിൻ്റെ ഒരു സൂചകമാണ്. പിന്നെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള, നമുക്ക് ബാക്കി അസുഖങ്ങളായിട്ട് ചേരാത്ത, ബാക്കി കാരണങ്ങൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, ആനുപാതികമല്ലാത്ത വിളർച്ച, ഹീമോഗ്ലോബിൻ കുറവ്, അതും വൃക്കരോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നീട് കോമണായിട്ട് എല്ലാവരും നമ്മളോട് പറയുന്നൊരു സിംറ്റം മൂത്രത്തിലെ പത പ്രോട്ടീൻ പോകുന്നതിൻ്റെ ലക്ഷണം ആകാം. എല്ലായ്പ്പോഴും അങ്ങനെയല്ല എങ്കിലും മൂത്രത്തിൽ പത പ്രോട്ടീൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാകാം. മൂത്രത്തിൽ പതയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മൂത്രത്തിൽ പ്രോട്ടീൻ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയാം, കിഡ്നി ഡിസീസ് ഒന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ, അതായത് കിഡ്നി ഡിസീസ് അതിക്രമിക്കുമ്പോൾ ക്രിയാറ്റിൻ കൂടെയാണ് ചെയ്യുന്നത്. അതായത് വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ക്രിയാറ്റിൻ നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റാതാകും. പക്ഷേ പലപ്പോഴും കണ്ടുവരുന്നത് യൂറിയയും ക്രിയാറ്റിനും ഒരു പരിധിക്ക് മേലെ കൂടിയാലും പലരും രോഗലക്ഷണങ്ങളില്ലാതിരിക്കും. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, 10-30 വയസ്സായ പയ്യന്മാർ എന്തെങ്കിലും ഒരു ചെറിയ ക്ഷീണം എന്ന് പറഞ്ഞ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ വേദനാജനകമാണ്. ക്രിയാറ്റിൻ 14, ചിലപ്പോൾ ഡയാലിസിസിൻ്റെ വക്കിലെത്തി നിൽക്കുകയായിരിക്കും. അങ്ങനെയുണ്ട്. നമുക്ക് പുറമേ ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ പതുക്കെ ക്രീപ്പ് ചെയ്ത് ഡയാലിസിസിനടുത്തേക്ക് നിൽക്കുന്ന വൃക്കരോഗങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് കുറച്ച് ലക്ഷണങ്ങൾ നേരത്തെ ശരീരം കാണിക്കും. ഒന്ന് വിളർച്ച, പിന്നെ അമിതമായ ക്ഷീണം, പിന്നെ ഫുഡ് ഏർലി മോർണിംഗ് ആയിട്ടുള്ള നോസിയ, വോമിറ്റിംഗ് എന്ന് പറയും, ഓർക്കാനം. രാവിലെ ബ്രഷ് ചെയ്യുന്ന സമയത്തും ടങ് ക്ലീൻ ചെയ്യുന്ന സമയത്തും വോമിറ്റ് ചെയ്യാൻ തോന്നും. അത് ചിലപ്പോൾ യൂറിയ ക്രിയാറ്റിൻ കൂടി നിൽക്കുന്നതുകൊണ്ടാവാം. ഇതൊക്കെ വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. മാഡം, ഇനി എന്തൊക്കെ ടെസ്റ്റുകളാണുള്ളത് ഈ കിഡ്നി ഡിസീസിനെ കുറിച്ച് അറിയാൻ? കിഡ്നി ഡിസീസിന് വൈഡ് വെറൈറ്റി ഓഫ് ടെസ്റ്റുകളുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് സാധാരണ അടിസ്ഥാനപരമായിട്ട് ചെറിയ രീതിയിലെങ്കിലും കിഡ്നി ഡിസീസ് ഉണ്ടോ എന്നറിയാൻ ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ബേസ് ലൈൻ ടെസ്റ്റ്, ബ്ലഡിൽ ക്രിയാറ്റിൻ നോക്കുക. അത് എലിവേറ്റഡ് ആണെങ്കിൽ കിഡ്നി ഡിസീസ് ഉണ്ട്. പക്ഷേ ക്രിയാറ്റിനൊക്കെ കൂടി വരാൻ അല്പം കൂടെ സമയമെടുക്കും. അതിന് മുന്നേ കാണിക്കുന്നതാണ് യൂറിനിലെ പ്രോട്ടീൻ പോകുന്നത്, യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ RBCs ഉണ്ടെന്ന് കാണിക്കുന്നത്. പിന്നെ ഹീമോഗ്ലോബിൻ ക്രമത്തിൽ കുറഞ്ഞിരിക്കുന്നത് കിഡ്നി ഡിസീസിൻ്റെ ഒരു ഇൻഡയറക്റ്റ് എവിഡൻസാണ്. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ കിഡ്നിയിൽ വല്ല സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും തടസ്സമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ടെസ്റ്റുകൾ. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ തടസ്സം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് CT സ്കാൻ എടുത്താൽ കറക്റ്റായിട്ട് എവിടെയാണ് ഒബ്സ്ട്രക്ഷൻ, ആ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. പിന്നെ വേറെ ടെസ്റ്റുകൾ, നമുക്ക് ആദ്യം വൃക്കരോഗം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഫർദർ ബ്ലഡ് ടെസ്റ്റുകളുണ്ട് അതിൻ്റെ കാരണം അറിയുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ അടിസ്ഥാനപരമായ ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ക്രിയാറ്റിൻ കൂടുതലാണെന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ വൃക്കരോഗമുണ്ട് എന്നെല്ലാവരും കേൾക്കുമ്പോൾ പേടിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചികിത്സാ വിധികൾ എന്തൊക്കെയാണ്? കിഡ്നി ഡിസീസിന് എപ്പോഴും ഒരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്. സ്റ്റിഗ്മ ഇൻ ദ സെൻസ് ഒരു ഭയം. നമ്മൾ ഈവൻ ക്യാൻസറിന് പോലും ഇല്ലാത്ത ഭയം ചില ആൾക്കാരിൽ കിഡ്നി ഡിസീസിന്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത അസുഖം എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചതെങ്കിലും അതിനേക്കാളും ഭയം പലരും കിഡ്നി ഡിസീസ്, ഡയാലിസിസിനെ പേടിയോടെ കൂടി കാണുന്നതുണ്ട്. നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഡിസീസ്. പെട്ടെന്ന് വന്നതാണോ, സ്ഥായിയായ വൃക്കസ്തംഭനമാണോ, ക്രോണിക് കിഡ്നി ഡിസീസാണോ, അക്യൂട്ടായിട്ട് വന്നതാണോ എന്നതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പേ ഞാൻ ജസ്റ്റ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയുടെ കാര്യങ്ങൾ മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ക്രോണിക് കിഡ്നി ഡിസീസിനെ പറ്റിയും കൂടെ ഒന്ന് പറയാം. ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് സ്ഥായിയായ വൃക്കസ്തംഭനത്തിൻ്റെ കോമണസ്റ്റ് കോസ് 90% നമ്മൾ OPയിൽ കാണുന്നതും നമ്മുടെ സമൂഹത്തിൽ കാണുന്നതും ഡയബറ്റിക് കിഡ്നി ഡിസീസ് തന്നെയാണ്. അൺകൺട്രോൾഡ് ഡയബറ്റിസ് ആണ് ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ പ്രധാന കാരണം. ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സംശയമാണ്. ഡയബറ്റിസ് ഉള്ള എല്ലാവർക്കും വൃക്കകളെ ബാധിക്കുമോ? അങ്ങനെയില്ല. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റിസ് ആണ്. ഡയബറ്റിസിൻ്റെ കാലയളവ് കൂടുന്തോറും കിഡ്നിയെ ബാധിക്കാനുള്ള ചാൻസ് കൂടും. പിന്നെ യൂഷ്വലി ഒരു 10 years കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ മൈക്രോവാസ്കുലർ ഡിസീസ്, ചെറിയ രക്തക്കുഴികളെ ബാധിച്ച് കിഡ്നിയിലേക്കൊക്കെ ബാധിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫാമിലി ഹിസ്റ്ററി, അതായത് പാരമ്പര്യവും ജനറ്റിക്സും ജനിതകവും ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
നമുക്ക് ഡയബറ്റിസ് വന്നിട്ട് ഫാമിലിയിൽ കിഡ്നി ഡിസീസ് വന്ന ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ ചാൻസ് കുറച്ച് കൂടുതലാണ്. പിന്നെ ഫസ്റ്റ് 10 years ഓഫ് കൺട്രോൾ, ആദ്യത്തെ 10 വർഷത്തെ ഡയബറ്റീസിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രോളാണ് നമ്മുടെ ഫ്യൂച്ചറിൽ ഡയബറ്റിക് നെഫ്രോപ്പതി, അതായത് ഡയബറ്റിക് കിഡ്നി ഡിസീസ് വരാതിരിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളൊരു മെറ്റബോളിക് മെമ്മറി എന്ന് പറയുന്നൊരു ഇഫക്റ്റ് ഉണ്ട്. ആദ്യത്തെ 10 വർഷം അൺകൺട്രോൾഡ് ആയിട്ട് ഡയബറ്റിസ് നിന്നാൽ അതിൻ്റെ എഫക്റ്റ് എൻഡ് ഓർഗൻസിൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതായത് ഡയബറ്റിസ് കൊണ്ട് കിഡ്നി ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ ഡയബറ്റിസ് വരുന്നു. ആ സമയത്ത് വളരെ ഹെൽത്തി ആയിരിക്കും. ഡയബറ്റിസ് നമ്മൾ ടെസ്റ്റുകളിലായിരിക്കും അറിയുന്നത്, അതിൻ്റെ ലക്ഷണങ്ങളൊന്നും അധികം പുറത്ത് കാണത്തില്ല. വളരെ ഹെൽത്തി ആയിട്ട് ഓടി നടക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ പീരീഡിൽ ജസ്റ്റ് ഡയറ്റൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പോൾ പൊതുവെ ആൾക്കാർക്കൊരിതുണ്ട്, നമ്മൾ ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിച്ച് തുടങ്ങിയാൽ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുള്ളൂ, അതൊരു ഇതാണ്. അപ്പോൾ നമ്മൾ കഴിച്ച് പോയാൽ പിന്നെ കഴിക്കണമല്ലോ, അപ്പോൾ കഴിക്കാതെ മാക്സിമം നോക്കാമല്ലോ. അങ്ങനെ പൊതുജനം പതുക്കെ തള്ളി നീക്കുന്ന ഒരു പീരീഡാണ് ആദ്യത്തെ 10 വർഷം. അപ്പോൾ ആദ്യത്തെ 10 വർഷം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു നല്ല ഗോൾഡൻ പീരീഡ് നഷ്ടപ്പെടുക ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ അവയർനെസ് കൂടിയോണ്ട് ആൾക്കാരൊന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് 10 years ഡയബറ്റിസ് കൺട്രോളാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഡയബറ്റിസിൻ്റെ കുഞ്ഞ് രക്തക്കുഴലുകളെ ബാധിക്കുമ്പോഴാണ് കിഡ്നിയിൽ ചേഞ്ച് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു അസോസിയേഷൻ പറയാവുന്നതെന്ന് വെച്ചാൽ, ഡയബറ്റിസ് കാരണം നമ്മുടെ കണ്ണിലെ ചെറിയ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുമ്പോൾ അതേ സമയത്ത്, അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നൊരു ഫിനോമിനൻ ഉണ്ടാകുന്ന ഏകദേശം അതേ സമയത്താണ് ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാകുന്നത്. ഡയബറ്റിക് നെഫ്രോപ്പതിയുടെ ആദ്യത്തെ ലക്ഷണങ്ങൾ കിഡ്നി വഴി പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത് തന്നെയാണ്. നമ്മൾ യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ അല്ലെങ്കിൽ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതുതന്നെയാണ് ഡയബറ്റിക് നെഫ്രോപ്പതിയുടെ ആദ്യത്തെ ലക്ഷണം. പിന്നെ ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ ബാക്കി കാരണങ്ങൾ നോക്കിയാൽ, ഡയബറ്റിസ് അല്ലാതെ നോക്കിയാൽ, ഹൈപ്പർ ടെൻഷൻ, അതായത് അമിത രക്തസമ്മർദ്ദം ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ വേറെ കാരണമാണ്. പിന്നെ സ്ഥിരമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വന്നാലും ക്രോണിക് കിഡ്നി ഡിസീസിലേക്ക് നയിക്കാം. ഇതുകൂടാതെ മൂത്രത്തിലെ കല്ല്, അടിക്കടി കിഡ്നിയിൽ കല്ല് വന്ന് തടസ്സം വന്ന് ഡാമേജ് വന്നാലും അത് CKD കാരണമാണ്. ഇതുകൂടാതെ പാരമ്പര്യ വൃക്കരോഗങ്ങളുണ്ട്. നമ്മൾ സിസ്റ്റിക് ഡിസീസ്, ഓട്ടോസോമൽ ഡോമിനൻറ്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, അതായത് അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ മക്കൾക്കും വരാൻ ചാൻസ് ഉള്ള അങ്ങനെയുള്ള കിഡ്നി ഡിസീസസും ക്രോണിക് കിഡ്നി ഡിസീസിലേക്ക് നയിക്കാം. ഇതുകൂടാതെ കിഡ്നിയുടെ മെംബ്രെയിന് ഡാമേജ് വന്ന് പ്രോട്ടീനും RBCസും ഒക്കെ നഷ്ടപ്പെടുന്ന അസുഖമുണ്ട്. നമ്മൾ ക്രോണിക് ഗ്ലോമെറുലോനെഫ്രൈറ്റിസ് എന്നാണ് അതിന് പേര് വിളിക്കുന്നത്. അതും പതിയെ നമ്മുടെ കൺട്രോളിലല്ലാതെ പോകുമ്പോൾ CKDയിലേക്ക് നയിക്കാം. അപ്പോൾ നേരത്തെ ചോദിച്ചു എന്താണ് വൃക്കരോഗത്തിൻ്റെ ചികിത്സാ വിധികളെന്ന്. നമുക്ക് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, നേരത്തെ പറഞ്ഞ പോലെ ടെമ്പററി ആയിട്ട് കിഡ്നി ഡാമേജ് വരുന്നത്, നമുക്ക് ആ കാരണം എന്താണ് അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്ത് ആ പീരീഡിൽ നമ്മൾ സിക്കായിരിക്കുന്ന ആ ഫേസിൽ കിഡ്നി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ പലപ്പോഴും റിക്കവർ ചെയ്യും. ഞാൻ ഉദാഹരണം പറയാൻ, കിഡ്നിയിൽ സ്റ്റോൺ വന്ന തടസ്സമാണ്, പലപ്പോഴും അത് നമുക്ക് സ്റ്റെൻറ്റ് ഇടുകയോ കിഡ്നിയുടെ കല്ല് പൊടിക്കുകയോ ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ ഇമ്പ്രൂവ് ചെയ്യും, ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. എലിപ്പനി ശക്തമായിട്ട് വന്ന് കിഡ്നിക്ക് ഡാമേജ് വന്നിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ എലിപ്പനിയെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അനുബന്ധിച്ച് പതുക്കെ കിഡ്നി ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. പക്ഷേ ചിലപ്പോൾ ടെമ്പററി ആയിട്ട് ഡയാലിസിസ് ആ ഇനിഷ്യൽ പീരീഡിൽ വന്നെന്നിരിക്കും. ഗ്രാജുവലി ഒരു റിക്കവർ ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് ഒരു 3 or 4 സെഷൻ ഡയാലിസിസ് കഴിഞ്ഞിട്ട് ഡയാലിസിസ് കത്തീറ്റർ മാറ്റാനും ഡയാലിസിസ് ഡിപ്പെൻഡൻ്റ് അല്ലാതാകാനും പറ്റും. ഇതാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയുടെ ട്രീറ്റ്മെൻറ്റ് പറയാനായിട്ട്. പിന്നെ അതായത് ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ ഇനിഷ്യൽ ഫേസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ മെഡിസിൻസാണ്. മെഡിസിൻസ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഡിസീസ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് അനുബന്ധമായിട്ടുള്ള പ്രഷറോ ഡയബറ്റിസോ BP കൂടുതലോ ഉള്ളെങ്കിൽ അതിനെ നമുക്ക് നല്ല കൺട്രോളിൽ നിർത്താനുള്ള മെഡിസിൻസ് റെഗുലറായിട്ട് കഴിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അനുബന്ധമായി ഹീമോഗ്ലോബിൻ കുറവ്, അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ആസിഡ് ലെവൽ കൂടി നിൽക്കുന്നതിനെ ട്രീറ്റ് ചെയ്യാം. പൊട്ടാസ്യത്തിൽ കൂടിയിരിക്കുന്ന അത് നോക്കാം. കാൽഷ്യത്തിലും ഫോസ്ഫറസിലും നല്ല വ്യതിയാനങ്ങൾ കിഡ്നി ഡിസീസിലുണ്ടാകും, അതിനെ ട്രീറ്റ് ചെയ്യാം. സപ്പോസ് ഇപ്പോൾ കിഡ്നിയുടെ ഫിൽറ്ററിന് വരുന്ന ഡിസീസാണ്, ഗ്ലോമറുലാർ ഡിസീസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബയോപ്സി ചെയ്യുന്നു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊക്കെ റെഗുലറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ ചികിത്സയുടെ ആദ്യഘട്ടം. പിന്നെ ഫ്ലൂയിഡ്, എത്രത്തോളം വെള്ളം കുടിക്കാം, ആഹാരത്തിലുള്ള നിയന്ത്രണം, ഇതൊക്കെ ഡോക്ടർ പറയുന്നതനുസരിച്ച് ചെയ്യണം. പക്ഷേ പലപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലും ക്രോണിക് കിഡ്നി ഡിസീസ് ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്യും. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോഗ്രഷനെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പതുക്കെ ആക്കാൻ മാത്രമേ ഇതിലൂടെ പറ്റുള്ളൂ മെഡിസിൻസ് വഴി. അൾട്ടിമേറ്റ്ലി പല രോഗങ്ങളും എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ്, അതായത് സ്ഥായിയായ വൃക്കകളുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോകാം. ആ ഒരു ഫേസിൽ നമുക്ക് 2 ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസാണുള്ളത്.
ഒന്ന്, എല്ലാവർക്കും പേടിയുള്ളൊരു സാധനം ഡയാലിസിസ്. പൊതുവേ ആരും ഡയാലിസിസ് എന്ന് പറയുന്ന സാധനം മെൻ്റലി അക്സെപ്റ്റ് ചെയ്യാൻ അത്ര തയ്യാറായിട്ടുള്ള ആൾക്കാരല്ല. ഒന്ന് ഡയാലിസിസ്. രണ്ടാമത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ കിഡ്നിയുടെ, അതായത് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസിൻ്റെ അൾട്ടിമേറ്റ് ആത്യന്തികമായ ചികിത്സ എന്താണെന്ന് വെച്ചാൽ വൃക്ക മാറ്റി വയ്ക്കൽ. അത് തന്നെയാണ്. ഇപ്പോൾ ഡയാലിസിസിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ധാരണ വേണം. ഏറ്റവും പ്രധാനം ഡയാലിസിസ് എപ്പോഴാണ് തുടങ്ങേണ്ടത്, അതിനകത്തുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും എന്താണ്, അതിനെപ്പറ്റി നമ്മൾ അറിയണം. അതായത് ഒരു കിഡ്നി ഡിസീസ് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസിലേക്ക് എത്തിയാൽ, അതായത് കിഡ്നിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ കുറഞ്ഞു, കിഡ്നിയുടെ ഫങ്ഷൻ ഒരു 20% എത്താവുന്ന 10% എത്തുന്ന ഒരു ഫേസ് ഉണ്ട്. അതാണ് നമ്മൾ എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് എന്ന് പറയുന്നത്. ആ ഒരു ഫേസ് ആകുമ്പോൾ നമ്മൾ ഡയാലിസിസിന് ഫിസിക്കലി ആൻഡ് മെൻ്റലി പ്രിപ്പയർഡ് ആവണം. ഇപ്പോൾ ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഡയാലിസിസ് 2 തരമുണ്ട്. ഹീമോ ഡയാലിസിസും ഉണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസും ഉണ്ട്. ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നതാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത്. അത് ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഹീമോ ഡയാലിസിസിന് നമ്മൾ ഒരു വലിയൊരു ട്യൂബ് വഴി അല്ലെങ്കിൽ വേറൊരു ആക്സസ് വഴി ബ്ലഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കുന്ന രോഗിയുടെ, എന്നിട്ട് നമ്മളിതൊരു മെഷീനിലൂടെ പാസ് ചെയ്യുന്നു. ആ മെഷീൻ നമ്മുടെ കിഡ്നി ചെയ്യുന്ന ഫങ്ഷൻ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ഇമ്പ്യൂരിറ്റീസും വേസ്റ്റ് പ്രോഡക്ട്സും എല്ലാം കളയുന്നു. എന്നിട്ട് തിരിച്ച് പ്യൂരിഫൈ ചെയ്ത് ശുദ്ധമായ രക്തം ശരീരത്തിലേക്ക് കടത്തുന്ന ഒരു പ്രോസസ്സാണ് ഹീമോ ഡയാലിസിസ്. അപ്പോൾ അതാണ് റെഗുലർലി നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള. പെരിറ്റോണിയൽ ഡയാലിസിസും ചെയ്യാൻ പറ്റും. ഹീമോ ഡയാലിസിസ് കുറച്ചുകൂടെ ചെയ്യാൻ ടെക്നിക്കലി ഈസിയാണ് ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞതുപോലെ ബ്ലഡ് പുറത്തെടുക്കാനായിട്ട് അല്പം വലിയൊരു ആക്സസ് വേണം. അതൊന്നിൽ നമ്മുടെ കഴുത്തിലോ തൊടയിലോ ഇടുന്ന ഡയാലിസിസ് കത്തീറ്റർ എന്ന് പറയുന്ന ട്യൂബാവാം. ഏകദേശം പേനയുടെ വലിപ്പമേ വരത്തുള്ളൂ. ഇവിടെ കഴുത്തിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കും. കഴുത്തിൽ കിട്ടില്ല, സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തൊടയിലേക്ക് നോക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്ലാൻ ചെയ്ത് നമ്മൾ ഡയാലിസിസിൻ്റെയൊക്കെ സമയമാകുമ്പോൾ എമർജൻസി അല്ലാതെ പ്ലാൻ ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡയാലിസിസ് ആക്സസ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിന് AV ഫിസ്റ്റുല അല്ലെങ്കിൽ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്നാണ് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും AV ഫിസ്റ്റുല എന്ന് പറയും. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ചെയ്യുന്ന ഒരു ചെറിയ സർജറിയാണ്. അതായത് ആർട്ടറി, ധമനിയും സിരയും വെയിനും തമ്മിൽ നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കുന്നു. ആർട്ടിഫിഷ്യലായിട്ടൊരു കണക്ഷൻ, അതായത് കൈയുടെ റിസ്റ്റിൻ്റെ ഭാഗത്തോ എൽബോയുടെ ഭാഗത്തോ ഒരു ആർട്ടിഫിഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നു. സാധാരണ രീതിയിൽ സർജൻസ് ഇത് ചെയ്യും. പ്ലാസ്റ്റിക് സർജനും കാർഡിയോതൊറാസിക് സർജനും വാസ്കുലർ സർജൻസുമാണ് കോമൺ ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ ചില ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ AV ഫിസ്റ്റുല വയ്ക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫോറിൻ ബോഡി വയ്ക്കുമെന്ന്. അങ്ങനെയല്ല. ഇതൊരു സ്യൂച്ചർ ചെയ്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുമ്പോൾ ആർട്ടറിയിൽ നിന്ന് നല്ല ഫ്ലോയിൽ വെയിനിലേക്ക് പ്രഷറിൽ ബ്ലഡ് ചെല്ലും. ഒരു 6 വീക്സോടും ഇങ്ങനെ പ്രഷറിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ വെയിൻ നല്ല തടിച്ച്, നമ്മൾ ഈ വെരിക്കോസ് വെയിനൊക്കെ കാണുമല്ലോ, അതുപോലെ ഞരമ്പ് പിടച്ച് കിടക്കുമെന്ന് പറയുമല്ലോ, അങ്ങനെ വലുതായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിൽ കുത്തി, ഇപ്പം നമ്മുടെ ഈ കുഞ്ഞ് രക്തക്കുഴലിൽ കുത്തി ഈ ഡയാലിസിസ് 4 മണിക്ക് ചെയ്യാനുള്ള ബ്ലഡ് നമുക്ക് പുറത്തെടുക്കാൻ കഴിയില്ല, അത് കിട്ടില്ല. അപ്പോൾ വലിയ പിടച്ച് കിടക്കുന്ന വലിയ ഞരമ്പാവുമ്പോൾ, അത് AV ഫിസ്റ്റുല ഒരു 6 to 8 വീക്സ് കൊണ്ട് മെച്ചറാവുമ്പോൾ, 1.5-2 മാസം കൊണ്ട് മെച്ചറാകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ബ്ലഡ് കുത്തിയെടുത്ത് ഡയാലിസിസ് ചെയ്യാൻ പറ്റും. കിഡ്നിയുടെ ഫങ്ഷൻ മോശമായി ഒരു 30% താഴെ ആകുമ്പോൾ തന്നെ, ഏകദേശം ക്രിയാറ്റിൻ ഒരു 6-7 ആകുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് ഫിസ്റ്റുല ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ചെയ്ത് വെച്ചാൽ ഡയാലിസിസിൻ്റെ സമയമാകുമ്പോൾ അതുവഴി തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. ബിക്കോസ് വേറെ ട്യൂബൊന്നും ഇടുന്നതിൻ്റെ ബുദ്ധിമുട്ട് പേഷ്യൻ്റ് അനുഭവിക്കേണ്ട. പക്ഷേ എപ്പോഴും നമുക്കത് പോസിബിൾ അല്ല. കാരണം നനച്ചിരിക്കാതെ ഇന്ന് ക്രിയാറ്റിൻ 5 ആണെങ്കിൽ ചിലപ്പോൾ 1 മാസം കഴിയുമ്പോൾ അവർ ഫ്ലൂയിഡ് ഓവർലോഡ്, അതായത് ശ്വാസം മുട്ടായിട്ടായിരിക്കും വരുന്നത്.